ഓക്കെ ഓക്കെ ഇൻഷാ ഇൻഷാല്ലാ. അസ്സലാമു അസ്സലാമു അലൈക്കും. അലൈക്കും. താങ്കൾക്ക് ഓക്കെ അല്ലേ? നമ്മള് ചിന്തകളെ കുറിച്ചിട്ടായിരുന്നു അല്ലെ ചർച്ച ചെയ്തുകൊണ്ടുണ്ടായത്. എന്തൊക്കെയാണ് ചിന്തയും ജീവിതവും തമ്മിലുള്ള കണക്ഷൻസ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അത് സ്വാധീനിക്കുക എന്നുള്ളത് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുണ്ടായത് അല്ലെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫസ്റ്റ് വൺ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും? റെസ്പോണ്ട് ചെയ്യട്ടെ. കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഓരോ ലൈഫും എന്ന് പറയാനുള്ളത്, ഓരോ ദിവസവും എന്ന് പറയാനുള്ളത് നമുക്ക് ഓക്കെ ഓക്കെ, ഫസ്റ്റ് ടൈം ആണ് അല്ലെ ക്ലാസ് കേൾക്കുന്നത്? ഓക്കെ, കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ഉള്ളവർ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സസ് വന്നിട്ടുണ്ട്. അത് ടൈമൊക്കെ കിട്ടുന്നതിനനുസരിച്ചിട്ട് കേട്ട് നോക്കാം. നമ്മളിപ്പോ ഇന്നത്തേക്ക് ഏകദേശം 113 ആണ് ഇന്നത്തെ ക്ലാസ് വരുന്നുള്ളത്. അപ്പം ഏതായാലും ഫസ്റ്റ് വന്ന് കയറിയിരിക്കണവർ യൂട്യൂബിൽ കയറിയിട്ട് മാക്സിമം അതൊന്ന് കേൾക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതവും ചിന്തയും തമ്മിലുള്ള കണക്ഷൻസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുണ്ടായത് അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ദിവസവും നമ്മൾ വരുന്ന സമയത്തും ഓരോ ഡേ നമ്മൾക്ക് പുതിയ ദിവസം നമ്മൾ തുടങ്ങുമ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ട് ആയിരിക്കാം അല്ലെ, പഴയ കാലത്തുള്ള അനുഭവം വെച്ചിട്ട് ആ ഒരു ചിന്തകളോടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ടായത് അല്ലെ. കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊന്നും ചോദിക്കാനൊന്നുമില്ലല്ലോ? ഫസ്റ്റ് വൺ. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റും ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റും. എന്താണ് ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്, എന്താണ് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ്? അതിനെ കുറിച്ച് നമുക്ക് അത്രയും ഡീപ്പായിട്ട് ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിലും നമുക്ക് അതും ചിന്തയും തമ്മിലുള്ള കണക്ഷൻസിനെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഫിക്സ്ഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും തമ്മിലുള്ള ചിന്തയുമായിട്ട് വരുന്ന കണക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മള് ഒരു ഫിക്സ്ഡ് ആയിരിക്കണ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മുടെ തോട്ട് എന്ന് പറയുന്നുള്ളത് മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്കുള്ളതോ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായതോ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു അനുഭവങ്ങളുമായിട്ട് ആയിരിക്കാം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ പോണ സമയത്ത് ഉണ്ടാവാം. അവിടെ നമുക്ക് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ, അവർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അകത്ത് നിന്ന് ഒരു ചിന്ത വരും. ഓ, ഞാനതിപ്പോ എത്ര കണ്ടതാ, ഞാനതിപ്പോ എത്ര നോക്കിയതാ. ഓ, അവരും നമുക്ക് എന്നിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് ചെയ്യും. ഇനി ക്രോസ് ചെയ്തിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ, അനുഭവിക്കുമ്പോൾ പഠിക്കും, ഞാനിതിപ്പോ എത്ര കണ്ടതാ എന്നുള്ള രീതിയിലുള്ള ഒരു വേർഡ്സ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഓൾറെഡി അവിടെ അങ്ങോട്ട് ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ അതിലൊരു ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. നമ്മൾ അവിടെ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു സംഭവത്തെ. എന്നാൽ ഈ ഫിക്സ് ചെയ്ത സംഭവത്തെ അതിനെയും ഓവർകം ചെയ്തുകൊണ്ട്, കാരണം ഇവിടെ ഇതൊന്ന് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു തുടക്കം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. തുടക്കം ഇല്ലാത്തതായിട്ട് ഒരു സംഭവം ഉണ്ടോ? ഇല്ല. തുടക്കം ഇല്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ. ആരേ ഉള്ളൂ? നമ്മുടെ റബ്ബ് മാത്രമേ ഉള്ളൂ തുടക്കം ഇല്ലാതായിട്ട്. ആ തുടക്കം ഇല്ലാത്തതായിട്ട് ബാക്കി എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ഫിക്സിലേക്ക് എത്തുന്നതിന് മുമ്പിൽ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും. അത് ഇല്ലാത്തതായിരിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവസാനവും. ഏതൊരു സംഭവത്തിനും ഒടുക്കവും ഉണ്ടാവും. ആർക്ക് മാത്രമേ അവസാനം ഇല്ലാത്തതുള്ളൂ? നമുക്ക് നമ്മുടെ റബ്ബിന് മാത്രമേ അവസാനം ഇല്ലാത്തുള്ളൂ അല്ലെ. അപ്പോൾ തുടക്കവും ഒതുക്കവും ഉള്ളതാണ് ഓരോ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലൂടെ പോണ സമയത്ത് നമുക്ക് വിചാരിക്കും അവിടെ അതിനൊരു സ്റ്റാർട്ടിങ്ങും ഇല്ല, അതിനൊരു എൻഡിങ്ങും ഇല്ല എന്നുള്ളതാണ്. ആ ഒരു കാൽക്കുലേഷനിൽ പോകുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ
ക്രിട്ടിസൈസ് ചെയ്യാനും മറ്റുള്ളവർ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പരാജയപ്പെട്ടു പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് എത്തുന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടെ പരാജയപ്പെട്ടു പോകും എന്ന് പറയുകയാണെങ്കിൽ പരാജയം എന്ന് പറയുന്നുള്ളത് സത്യത്തിൽ എന്താണ്? നമ്മൾ പണ്ടൊക്കെ ഒരുപാട് തവണ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ 4 ലൈൻ കോപ്പി 2 ലൈൻ കോപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവാം, പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നൊക്കെ അല്ലെ. അപ്പൊ ഈ പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അത് എത്തുന്ന സമയത്ത് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നുണ്ടോ, നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ, നമ്മൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് പരാജയം എന്ന് പറയുന്നത്? ഒരു വ്യക്തി എന്നും വിജയിക്കുക മാത്രമാണെങ്കിൽ അവർ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും വിജയം മാത്രം കൈവരിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോഴായിരിക്കാം ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ തെരഞ്ഞു പോകണുള്ളത് അല്ലെ. ഇങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് തെരഞ്ഞു പോകുമ്പോഴായിരിക്കാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ അനുഭവങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ അനുഭവങ്ങളും നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രതിസന്ധിയിലൂടെ പോകണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ഒരു പ്രതിസന്ധിയോ പ്രയാസമോ ബുദ്ധിമുട്ടോ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രോ ചെയ്യാനുള്ളതാണോ അതല്ലെങ്കിൽ നമ്മുടെ തളർത്തി കളയാനുള്ളതാണോ? ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളെ വളർത്തിക്കൊണ്ടുവരാനുള്ളതാണ്, ഒരിക്കലും നമ്മളെ തളർത്താനുള്ളതല്ല. എന്നാൽ 1-2 അല്ലെങ്കിൽ കുറഞ്ഞ എണ്ണം പേരുകളോ പ്രതിസന്ധിയിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മാത്രം മൈൻഡ് സെറ്റ് വെച്ച് നോക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നാമും അവരുടെ മൈൻഡ് സെറ്റ് കടമെടുത്ത് പോവുകയാണ് ചെയ്യുന്നുള്ളത്. അങ്ങനെ നമ്മൾ അവരുടെ മൈൻഡ് സെറ്റ് കടമെടുത്ത് പോവാതെ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ആ ഒരു ചിന്താശേഷി കൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കതിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്നോ മറ്റുള്ളവർക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ടോ കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ പോയാൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാൽക്കുലേഷനിൽ പോണതിനപ്പുറത്തേക്ക് ഇറ്റ്സ് ഓക്കെ, ഇതിങ്ങനെ പോയാൽ അങ്ങനെ ആയിരുന്നു, എനിക്കിതിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഞാനിതിൽ ഇടപെട്ടാൽ എന്ത് മാറ്റമായിരിക്കാം എനിക്കിതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കാം നമുക്ക് ആ ഒരു ചിന്താതലത്തിൽ മാറ്റം കൊണ്ടുവരാനും നമ്മുടെ പ്രവർത്തനത്തിനെ മാറി ചിന്തിക്കാനും വേണ്ടി നമുക്ക് പറ്റുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അവിടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്ത് പോകുന്നതിനേക്കാളും അപ്പുറം അതിനെ ഒന്ന് ഡൈവേർട്ട് ആക്കുക, അതിനെ ഒന്ന് തിരിച്ചുവിടുക, അതിന്റെ റൂട്ട് ഒന്ന് മാറ്റിവിടുക. അതിന്റെ റൂട്ട് ഒന്ന് മാറ്റിവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഒരു സ്ഥലത്തേക്ക് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുക എന്നുള്ളതിന് ഒറ്റ വഴി മാത്രമാണ് ഉണ്ടാവുക? ഇല്ല. നമ്മൾ ഓരോരുത്തരും കണ്ടുവെച്ചതും കേട്ടുവെച്ചതും പഠിച്ചു വെച്ചതും ഒറ്റ വഴിയാണ്. ഈ ഒരു റൂട്ട് മാത്രം നമ്മൾ പഠിച്ചത് കൊണ്ടാണ് നമ്മൾ പോകുന്ന ബാക്കി പല റൂട്ടുകളിലൂടെയും ബ്ലോക്കോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്ത് ഇനി എങ്ങോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ സ്റ്റെപ്സിലേക്ക് ആയി പോകുന്നുള്ളത്. പക്ഷേ പല റോഡുകളും അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പല റൂട്ടും അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റോഡിലൊരു ബ്ലോക്ക് വരികയാണെങ്കിൽ ഇഷ്യൂ ഉണ്ടോ? ഇല്ല. അവർക്ക് റോഡിൽ ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ അവർ അടുത്ത റോഡിലൂടെ അങ്ങോട്ട് പോയി പാസ്സായി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ നിശ്ചിത സമയത്ത് എത്തും എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിലും നമ്മൾ ചിലപ്പോ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കാം, ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കാം, മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കാം. ഇങ്ങനെ ഏത് ബുദ്ധിമുട്ടുകളിലോ പ്രതിസന്ധികളോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്നെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ നേരത്തെ തുടങ്ങി വെച്ച പലതിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകൾ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പുതിയതിലേക്ക് ഒന്ന് ചുവട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പേടിക്കുക, നമ്മൾ അവിടെ തന്നെ ഇരിക്കുക. എവിടെയാണോ നമ്മൾ ഇപ്പോഴുള്ളത് അവിടെ ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുക എന്നുള്ളത്. ഇവിടെ ഈ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ചിന്തയിലേക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാനോ നമ്മൾക്ക് വളർച്ച ഉണ്ടാക്കാനോ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു കംഫർട്ട് സോണിനെ പൊട്ടിച്ചുകൊണ്ട്
നമ്മൾ അതിന്റെ അടുത്ത തലത്തിലേക്ക്, ചിന്താ തലത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ആ കംഫർട്ട് സോണിനെ പൊട്ടിച്ചാൽ മാത്രമേ നമ്മൾക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളൊന്ന് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു അടച്ചിട്ടൊരു റൂം, ആ റൂമിനകത്ത് നമ്മൾക്ക് എയർ കണ്ടീഷൻ ചെയ്ത റൂമാണ്. അവിടെ നമുക്ക് നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വൈഫൈ കണക്ഷൻ ഉണ്ട്, മൊബൈൽ ഉണ്ട്, TV ഉണ്ട്, ബാക്കി എന്തൊക്കെയാണോ നമുക്ക് വേണ്ട ആധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെയോ നമുക്ക് ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും നമുക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാം കൂടി ആ അടച്ചിട്ട റൂമിനകത്ത് നമ്മൾക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെ? ആ റൂമിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല. എനിക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഇനി വെറുതെ അന്ന് TV കണ്ടിരിക്കണമെങ്കിൽ അതാവാം. അങ്ങനെ എന്താണോ നമ്മുടെ താല്പര്യം അതിനനുസരിച്ചിട്ട് എനിക്ക് ആ റൂമിനകത്ത് ഇരിക്കാം, അല്ലെ? ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറച്ചു കാലം നമ്മൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ എത്ര കാലം നമുക്ക് ആ ഒരു അടച്ചിട്ട റൂമിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും? കാലകാലം നമുക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റും? നമുക്ക് അവിടെ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടൂലേ? ശ്വാസം മുട്ടൽ മീൻസ് നമുക്ക് ബ്രീത്ത് കിട്ടില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. നമുക്കൊന്ന് പുറത്ത് പോകണം, പുറം ലോകം കാണണം എന്നുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലേക്ക് വരില്ലേ? പക്ഷെ എവിടെ നോക്കിയാലും നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഒരു പഴുതും ഇല്ല. അങ്ങനെ ഒരു പഴുതും ഇല്ലാതെ നമ്മൾ ആ ഒരു റൂമിനകത്ത് ഇരിക്കുന്ന സമയത്ത് പുറത്ത് നിന്ന് മറ്റു വ്യക്തികൾ കാണുന്ന സമയത്ത് നമ്മൾ എത്ര സുന്ദരാണല്ലേ? മറ്റുള്ളവർ പുറത്ത് പോവണം, അധ്വാനിക്കണം, അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും പാർപ്പിടവും വാഹനങ്ങളും അങ്ങനെ ഓരോന്നിനു വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുക്കണം. അതിനു വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യണം, അവർ രാവിലെ എഴുന്നേൽക്കണം, അവർക്ക് വിചാരിച്ച രീതിയിൽ ഉറങ്ങാൻ പറ്റില്ല, വിചാരിച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ല, ജസ്റ്റ് ഒന്ന് വിചാരിച്ച സമയത്ത് ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളെ കാണുകയാണെങ്കിൽ, ഇവിടെ ആ ഒരു കൂടിനകത്ത്, ആ ഒരു 4 ചുവരുകൾക്കകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അനുഭവിച്ച് ആസ്വദിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇവിടെ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കാം അവരുടെ ചിന്താഗതി എന്ന് പറയാനുള്ളത്? എന്തായിരിക്കാം? എന്തൊരു സുഖം കഴിയുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണ്? കഷ്ടപ്പെട്ടാലും വേണ്ടില്ലായിരുന്നു, എനിക്കൊന്ന് പുറത്ത് പോയാൽ മതിയായിരുന്നു എന്നല്ലേ? അങ്ങനെ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എനിക്കൊന്ന് പുറത്ത് പോയാൽ മതിയായിരുന്നു എന്ന് ഈ ചുവരുകൾക്കകത്ത് കഴിയുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കകത്തും കഴിയുന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒന്ന് സുഖ സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച ഒരു ദിവസം കഴിയാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ ഈ ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന ഈ ഒരു വ്യക്തിക്ക് അതിന്റെ അകത്തേക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞു വിള്ളൽ വരുന്നു. ഒരു കുഞ്ഞു വിള്ളൽ വന്നാൽ ആ കുഞ്ഞു വിള്ളലിലൂടെ പുറത്തു നിന്നും അകത്തേക്ക് സൂര്യപ്രകാശം ഒന്ന് കടന്നു വരുന്നത് പോലെ, ആ സൂര്യപ്രകാശം കടന്നു വരുമ്പോ ഇവിടെ ആ ഒരു അടച്ചിട്ട റൂമിനകത്ത് ചെറിയൊരു വിടവിലൂടെ ഒരു സൂര്യപ്രകാശം കടന്നു വരുന്നത് കണ്ടാൽ ഇവിടെ എങ്ങനെയെങ്കിലും പുറം ലോകത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തി എന്തായിരിക്കും ചെയ്യാം? അതുവഴി പുറത്തേക്ക് നോക്കാൻ നോക്കും, അല്ലെ? അതുവഴി എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെന്നുള്ള നോക്കും, അല്ലെ? അല്ലെ, അങ്ങനെയല്ലേ നമ്മളൊക്കെ ചെയ്യുള്ളൂ? അപ്പൊ ആ ഒരു പഴുതിലൂടെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്ത് കിടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ആ പഴുതിനെ എങ്ങനെയെങ്കിലും പൊട്ടിക്കാൻ വേണ്ടി പറ്റുമോ? അതുവഴി എങ്ങനെയെങ്കിലും നമുക്ക് പുറത്ത് കിടക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതായിരിക്കും നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു കഥ പറയാൻ കാരണം, ഇവിടെ നമ്മൾ പറയുന്ന ഈ ഒരു 4 ചുവരെന്ന് പറയുന്നത് അത്രയും സേഫ് ആയിരിക്കുന്ന സമയത്ത് ഇതിന്റെ അകത്തുള്ള വ്യക്തിക്ക് മോചനമില്ല, അല്ലെ? ഇതിന്റെ അകത്തുള്ള വ്യക്തി അവിടെ എന്താണ്? തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനൊരു വിള്ളൽ വരുമ്പോ, ഇതിനൊരു പൊട്ടൽ വരുമ്പോ, ഇതിനൊരു ഫോൾട്ട് വരുമ്പോ, ഇതിനൊരു പ്രയാസം വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ അകത്തിരിക്കുന്ന വ്യക്തി സന്തോഷിക്കുന്നത്. എന്തുകൊണ്ട്? പുറത്തു നിന്നുള്ള ആ ഒരു പ്രകാശ കിരണം അകത്തേക്ക് വന്നപ്പോ പുറത്തിങ്ങനെ വലിയൊരു പ്രകാശം ഉണ്ട് എന്നും എനിക്ക് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി പറ്റുമെന്നും അങ്ങോട്ട് പോയാൽ അവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു വിള്ളൽ വന്നപ്പോഴാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കംഫർട്ട് സോണിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ
കംഫർട്ട് സോണിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് വളരെ സുഖകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ വിച്ഛേദിക്കണമെന്നും പുറത്ത് കടക്കണമെന്നുമുള്ള ഒരു ടെൻഡൻസി തീർച്ചയായിട്ടും തോന്നും. കാരണം മനുഷ്യനാണ്. അങ്ങനെ ആ ഒരു പ്രതിസന്ധികളും പ്രയാസവും വരുമ്പോഴായിരിക്കാം എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതിന് എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 ചുവരുകൾക്കുള്ളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരു തലവേദന വരാനായിരിക്കാം മിക്കവാറും കാത്തിരിക്കുക. എന്തുകൊണ്ട്? ഒന്ന് പുറത്ത് പോയി ഒന്ന് ഡോക്ടറെ കാണാന്നുള്ളത്, അല്ലെ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ പഠിച്ചിരിക്കുന്ന തൊഴിലുകള് അല്ലെങ്കിൽ നമ്മൾ എന്നും പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട്, അതിൽ നിന്നും നമ്മൾക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ചിന്താതലത്തിലൂടെ നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടുകയും ആ പുതിയ ഐഡിയയിലൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ വരിക എന്നുള്ളത് ഗുഡ് ആണോ ബാഡ് ആണോ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ വരിക എന്നുള്ളത് ആ വ്യക്തിയെ ഗ്രോ ചെയ്യാനുള്ള, ആ വ്യക്തിയെ വളർത്തിയെടുക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ്. ഇവിടെ പ്രയാസം ഉണ്ടാവുക എന്നുള്ളത് ആ വ്യക്തിയെ വളർത്തിയെടുക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ്. അല്ലാതെ പ്രയാസം വരിക എന്നുള്ളത് ഒരിക്കലും ആ വ്യക്തി വിജയിച്ചു എന്നുള്ളതിന് തെളിവല്ല. ഏതുപോലെ നമ്മളിപ്പോ ഒരു വെള്ളത്തിലേക്ക് വീണു എന്നിരിക്കാം. വളരെ താഴ്മയുള്ള, വളരെ ഡീപ്പായിരിക്കുന്ന ഒരു വെള്ളമാണ്. അതിലേക്ക് നമ്മൾ വീണു. നമ്മൾ ഇങ്ങനെ മുങ്ങിയും താഴ്ന്നും കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് നീന്താൻ അറിയില്ല. ഈ ഒരു സമയത്ത് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തേലും ഒരു കരം അവിടത്തേക്ക് കിട്ടുകയാണ്. ആ ഒരു കരം കിട്ടിയാൽ അതിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഉള്ളത് വെള്ളത്തിൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ രക്ഷപ്പെടുത്താനുള്ള ഒരു കൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ആവൂലേ? അപ്പൊ നമുക്കൊരു സമാധാനം ഉണ്ടാവും, അല്ലെ? അതിൽ നമ്മളൊരു ഹാപ്പിനെസ് കണ്ടെത്തും. ശരിക്കും നമ്മളിപ്പോൾ രക്ഷപ്പെട്ടോ? ഇല്ല, നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ ഇപ്പോഴും എവിടെയാണ് കിടക്കുന്നത്? ആ വെള്ളത്തിന്റെ അകത്ത് തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് പിടിക്കാനായിട്ട് ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ആ പിടി കിട്ടിയപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഒന്ന് ഹാപ്പിനെസ് ആവാണ്. ഇനി ആ പിടിയിൽ അങ്ങോട്ട് പിടിച്ചാൽ മതിയോ? പോരാ. ആ പിടി പിടിച്ചിട്ട് ആ ഒരു കക്ഷിത്തുരുമ്പ് പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ മുകളിലേക്ക് കയറണം എന്ന് നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾ അതൊരു വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ കുഴിയിൽ നിന്നും ആ ഒരു ചരട് പിടിച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മൾ എവിടത്തേക്ക് എത്തുള്ളൂ? പുറത്തേക്ക് എത്തുള്ളൂ, അല്ലെ? അതല്ല എനിക്കിത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കിട്ടിയത് പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വീണ്ടും ആ കുഴിയിലേക്ക് തന്നെ വീഴും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ ഇരിക്കുന്ന ആ കംഫർട്ട് സോണിലേക്ക് ഒരു പ്രയാസം വരുന്ന സമയത്ത് ആ പ്രയാസത്തെ തന്നെ മുറുകെ പിടിച്ചിരിക്കാതെ ഈ പ്രയാസം എന്നിലേക്ക് എത്തിപ്പിച്ചതാരാണോ, ആരാണോ നമുക്ക് ഈ പ്രയാസം തന്നത്, നമുക്ക് പ്രയാസം തന്നത് പ്രത്യക്ഷത്തിൽ ആരായിരിക്കാം? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ, അതല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ആരെയിലോ, അതല്ലെങ്കിൽ നമ്മുടെ മക്കളോ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസോ, അങ്ങനെ ആരും ആയിരിക്കാം നമുക്ക് പ്രശ്നങ്ങൾ തന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കിത് പ്രശ്നം തന്നത് ഇവരാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഇഷ്യൂ പ്രശ്നം തന്നത് ആരാണ്? നമുക്ക് ഈ പ്രശ്നം തന്നത് നമ്മുടെ റബ്ബാണ്, അല്ലെ? അപ്പൊ നമ്മുടെ റബ്ബ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് അതിൽ നമ്മൾ ആ പ്രശ്നത്തിൽ നമ്മൾ വീണിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കരവും കൂടി റബ്ബ് നമുക്ക് അവിടെ നൽകും എന്നുള്ളതാണ്. ആ ഒരു കരം നമുക്ക് റബ്ബ് നമ്മുടെ മുന്നിലേക്ക് നീട്ടിത്തരുന്ന സമയത്ത് ആ നീട്ടിത്തരുന്ന കരങ്ങളിൽ പിടിച്ചിരിക്കാതെ ആ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അവിടെയാണ് നമ്മൾക്ക് നമ്മളുടെ വിഷമങ്ങളുള്ള, സങ്കടങ്ങളുള്ള, പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള, പ്രതിസന്ധികളുള്ള പല പല ചിന്താഗതിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് എന്ത് സൊല്യൂഷൻസ് ആണോ കിട്ടുന്നുള്ളത് ആ സൊല്യൂഷൻസിൽ പിടിക്കുക, അതിൽ വെച്ചിട്ട് നമുക്ക് കയറി പോകുക എന്നുള്ളത്. ഇപ്പോ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ സൂം എന്ന് പറയുന്നുള്ളത് എത്ര കാലമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്? സൂം പ്ലാറ്റ്ഫോം നമ്മൾ ഓരോരുത്തരും അറിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അതുണ്ടായിട്ട് എത്രയായി എന്നുള്ളതല്ല, നമ്മൾ അറിയാൻ തുടങ്ങിയിട്ട് എത്രയായി? കൊറോണ വന്നപ്പോ കൊറോണയ്ക്ക് ശേഷം അല്ലേ? കൊറോണ വന്നത്. യെസ്.
ഇവിടെ നോക്കൂ, കൊറോണ എന്ന് പറയുന്നത് അതെ ഒരു പ്രതിസന്ധിയാണ് അല്ലെ? കൊറോണ എന്നുള്ള ആ ഒരു പ്രതിസന്ധിയിൽ എത്രയോ പേരുടെ ജീവൻ പോയി, എത്രയോ പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ പല ആളുകൾക്കും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. പക്ഷേ ആ തൊഴിൽ നഷ്ടപ്പെട്ട സമയത്ത് പോലും ഇതൊരു കക്ഷിത്തുരുമ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പ്രവർത്തിച്ച വ്യക്തികൾ, നമുക്കറിയാം ഓൺലൈൻ ബിസിനസ് എത്രമാത്രം സക്സസ് ആയില്ലേ? അപ്പൊ ഓൺലൈൻ ബിസിനസ് എത്രമാത്രം സക്സസ് ആയി. ഇന്നിപ്പോ ഞാൻ ഇവിടെ ഷാർജയിലും നിങ്ങൾ ഓരോരുത്തരും പല സ്ഥലങ്ങളിലും ഇരുന്ന് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എനിക്ക് പറയണ എന്റെ വോയിസുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ അകത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇതിനുള്ള കാരണം എന്താണ്? ആ ഒരു പ്രതിസന്ധി ആയിരുന്നു അല്ലെ? കൊറോണ എന്നുള്ള ആ ഒരു പ്രതിസന്ധി നമ്മളിലേക്ക് വന്നത് കൊണ്ടാണ് എന്താണ് അതിന് സൊല്യൂഷൻസ് എന്നുള്ളതിലേക്ക് ചിന്തിച്ചത്. അപ്പൊ പ്രതിസന്ധികൾ വരാത്തിടത്തോളം കാലം നമ്മൾ സൊല്യൂഷൻസിലേക്ക് ചിന്തിക്കുകയില്ല. അപ്പൊ എല്ലാ വ്യക്തികൾക്കും അത്തരത്തിലുള്ള ചിന്താതലത്തിലേക്ക് പോവാൻ വേണ്ടി പറ്റുന്നില്ല. ഇനിയോ നമുക്ക് അത്തരത്തിലുള്ള ചിന്തയിലേക്ക് നമുക്ക് പോവാൻ വേണ്ടി പറ്റാത്തതല്ല, നമ്മൾ ഓരോരുത്തരിലും നമ്മൾ ഒന്ന് നോക്കിയാൽ അറിയാം, ചിലപ്പോഴെങ്കിലും ചില സെക്കൻഡുകളിൽ നമുക്ക് ചില ഫ്ലാഷ് തോട്ടുകൾ പോലെ പല ചിന്തകൾ വരും നമ്മുടെ ഉള്ളിലേക്ക്. പക്ഷെ ആ ചിന്തകളെ നമ്മൾ അഡ്രസ് ചെയ്യില്ല. ആ ചിന്തകൾ അങ്ങനെ തന്നെ വരികയും അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ഉള്ളിൽ വന്ന ആ ഒരു ചിന്തകള് ഈ ലോകത്ത് പ്രവർത്തിച്ച് മറ്റാരെങ്കിലും ആ ചിന്തകളിലൂടെ പ്രവർത്തിച്ച് സക്സസ് ആയപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ചിട്ട് പണ്ടേ ഓർത്തതായിരുന്നു എന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുള്ളത്. എന്നാൽ നമ്മൾ ഓർത്തതിന് ശേഷമായിരിക്കാം മറ്റു വ്യക്തി അതിനെ കുറിച്ചിട്ട് ഓർത്തത്. അപ്പൊ സുബ്ഹാനഹു നമ്മളിലേക്ക് അതിനെ കുറിച്ചിട്ട് ചിന്താതലത്തിലേക്ക് അതിനെ തന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായി, അതിലേക്ക് വർക്ക് ചെയ്യാതെ, അതിന് വെള്ളവും വളവും കൊടുക്കാതെ നമ്മൾ അതിനവിടെ മൂടി വെക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു കുഞ്ഞു വിത്ത് ആ ഒരു മണ്ണിനടിയിലേക്ക് കുഴിച്ചു വെക്കുന്ന സമയത്ത്, മണ്ണിൽ കുഴിയുണ്ടാക്കി ആ ഒരു കുഞ്ഞു വിത്തിനെ അതിന്റെ അകത്തേക്ക് കുഴിച്ചിടുന്ന സമയത്ത് ആ വിത്തിന് അനുഭവിക്കുന്ന ടെൻഷൻ എത്രമാത്രമായിരിക്കാം അല്ലെ? കുരുരുട്ട്, ഒരു വെളിച്ചം കാണാനില്ല. അങ്ങനെ ആ പ്രതിസന്ധിയിലൂടെ ആ മണ്ണിനകത്ത് കഴിയുന്ന വിത്ത് ടെൻഷൻ അടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതേസമയം ആ വിത്ത് ആ മണ്ണിന്റെ അകത്ത് നിന്നും ഇറ്റ്സ് ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ മണ്ണിനകത്ത് പെട്ടിരിക്കുകയാണ്, കുഴപ്പമില്ല, ഞാനൊന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പുറം ലോകത്തേക്ക് എത്താൻ വേണ്ടി പറ്റും, ഇതുവരെ ഉള്ളത് പോലെയല്ല, എനിക്ക് ഇതിനേക്കാളും വലുതാവാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആ വിത്തൊന്ന് പൊട്ടി അതിനകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന കോഡിങ് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര വലിയ വൃക്ഷമാവണോ, ഈ വൃക്ഷത്തിൽ എത്ര പക്ഷികൾക്ക് കൂട് കൂട്ടാൻ സ്ഥലം കൊടുക്കണോ, എത്ര പക്ഷികൾക്ക് അന്നം നൽകണോ, എത്ര മനുഷ്യർക്ക് അതൊരു തണലേകണോ, അങ്ങനെ എന്തൊക്കെയാണോ ഈ ഒരു വിത്തിന്റെ അകത്ത് കോഡിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ കോഡിങ് മുഴുവനും പ്രവർത്തനത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ വിത്ത് അവിടെ കുറച്ച് സമയം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കുറച്ച് സമയം അവിടെ ഇരുട്ടിൽ കിടക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ആ ഇരുട്ടിന്റെ അകത്ത് നിന്നും ആ വിത്തിനകത്ത് നിന്നും അതിന്റെ ആ നാവ് പൊട്ടി പുറത്തേക്ക് വന്ന് ആ മണ്ണിനെയും വിച്ഛേദിച്ച് പുറത്തേക്ക് വളരണം എന്നുണ്ടെങ്കിൽ ചെറിയ റിസ്ക് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ അതേസമയം നമ്മൾ കുഴിച്ചുവിടുന്ന എല്ലാ വിത്തുകളും ഒരുപോലെ തഴച്ച് വളരാറുണ്ടോ? പലതും അങ്ങനെ തന്നെ ഉണ്ടായി പോവാറുണ്ട് അല്ലെ? പലതും അങ്ങനെ തന്നെ നശിച്ചു പോവാറുണ്ട്. എന്നാൽ ചിലതങ്ങോട്ട് പൊട്ടി പുറത്ത് വന്ന് കുഞ്ഞു തൈകൾ ആയതിനു ശേഷവും എന്തായി പോവാറുണ്ട്? നശിച്ചു പോവാറുണ്ട് അല്ലെ? അങ്ങനെ നമ്മളിലും റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ആ കഴിവുകളിലേക്ക് ആക്ഷൻ എടുത്തുകൊണ്ട്, ആ കഴിവുകളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോയിക്കൊണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ കീപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ആദ്യമായിട്ട് കൊണ്ടുവരാന്നുള്ളത്. ആ ചിന്ത നമ്മളിലേക്ക് വരുന്ന സമയത്ത് പല ഐഡിയാസ് നമ്മളിലേക്ക് വരുന്ന ഐഡിയകൾ എല്ലാം അങ്ങോട്ട് എടുത്ത് പ്രയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ ഏതായിരിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഏറ്റവും കംഫർട്ട് ആയത്, ഞാനതിൽ ഏതിൽ വർക്ക് ചെയ്താലായിരിക്കാം എനിക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിന്നും നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. അങ്ങനെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിൽക്കാതെ ഒന്ന് ഗ്രോ ചെയ്യാനുള്ള,
നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഒന്ന് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുക എന്നുള്ളതിന് ആദ്യം വേണ്ടത് അകത്ത് ഒരു ചിന്ത മാത്രമാണ്. എനിക്കിതുപോലെ ഇരുന്നാൽ പോരാ, എനിക്ക് മാറണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഓരോരുത്തരും ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. പ്രവർത്തനത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് നമുക്ക് ഇനിയുള്ള ദിവസത്തിൽ നോക്കാം. നമ്മുടെ ചിന്തയിൽ നമ്മൾ മാറ്റം കൊണ്ടുവരാം. ഇപ്പോഴുള്ള അവസ്ഥയിൽ ഞാൻ എന്താണ്, ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എന്നെ കൊണ്ട് എന്തിനൊക്കെ പറ്റും. നമ്മളിപ്പം മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നോക്കൂലേ ഇതിന് എന്തിനൊക്കെ പറ്റും എന്ന് നോക്കൂലേ? അതുപോലെ എന്നെ കൊണ്ട് എന്തിനൊക്കെ പറ്റും. എന്നെ ഇവിടെ എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് എന്തൊക്കെ പറ്റും എന്നുള്ളതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലേ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ എന്തുകൊണ്ട് അതൊക്കെ ചെയ്യുന്നില്ല? നമ്മൾ ചെയ്യാത്തതിന് പല റീസൺസുകൾ ഉണ്ടായേക്കാം, അല്ലെ? നമ്മൾ ചെയ്യാത്തതിന് നമ്മളുടെ മുന്നിൽ പല കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഈ കാരണങ്ങളൊന്നും ഇതിനൊരു പരിഹാരമല്ല. നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടത്തേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ നമ്മളൊരു കുട്ടിയായി, അല്ലെ? പിന്നീട് നമ്മൾ എന്തായി? നമ്മൾ ഒരു ഇത്താത്തയായി. പിന്നീട് നമ്മളൊരു ഭാര്യയായി, ഒരു മരുമകളായി, ഒരു ഉമ്മയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നോർമലി ഇവിടെ സംഭവിക്കുന്നതാണെങ്കിൽ പോലും ഇതിനെല്ലാം അകത്ത് നാം എന്ന ഒരു വ്യക്തിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഞാൻ എന്ന വ്യക്തി ഒരു ഭാര്യയാണ്, ഒരു ഉമ്മയാണ്, ഒരു മകളാണ്, ഒരു മരുമകളാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ എന്ന വ്യക്തി എന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്നിൽ എന്തൊക്കെയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്നുള്ളത്, ഇതിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതിൽ റബ്ബ് ഉദ്ദേശിച്ചതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത മാത്രം നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളില്ലേ? പാടാൻ കഴിയുന്നവർ, വരക്കാൻ കഴിയുന്നവർ, ഇല്ലേ? അങ്ങനെ ഓരോ തലത്തിലും ഡിഫറെന്റ് കഴിവുള്ളവരാണല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ഒന്നും നോക്കാതെ, നമ്മളിൽ എന്തൊക്കെ കഴിവുകളാണോ ഉള്ളത് അതിലൊന്നും നോക്കാതെ, അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഇവിടെ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്തായി പോകുന്നുള്ളത്. നമ്മൾ ഇനി എന്ത് എന്നുള്ള ചിന്തയിൽ നമ്മൾ അങ്ങോട്ട് നിന്ന് പോകുന്നുള്ളത്. ഇനി എന്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ചിന്തയും നമ്മൾ നിൽക്കുന്നത് അപ്പുറത്തേക്ക്. ഇനി എന്തൊക്കെ സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാം. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ചിന്തകളെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക്, ഒരു തുടക്കത്തിലേക്ക്, അങ്ങനെ എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റത്തിന്റെ ചെറിയൊരു തുടക്കം കുറിക്കും, ചെറിയൊരു ഉറവ വരും എന്നുള്ളത് പോലെ. ആ ഒരു കുഞ്ഞു ഉറവ് വന്നാൽ മാത്രമായിരിക്കാം പിന്നീട് നമ്മൾ ആ ഉറവയ്ക്കകത്ത് ആ കുഞ്ഞുറവ് വരുന്നിടത്ത് നമ്മളൊരു പാത്രം കൊണ്ടുവച്ചാൽ അതിനകത്ത് വെള്ളം ഇങ്ങനെ ഇറ്റി വന്ന് വീഴാൻ പാത്രം നിറയുള്ളൂ, അല്ലെ? അതുപോലെ നമ്മുടെ മുഖത്തേക്ക് വരുന്ന ഓരോ ചിന്തയെയും നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്ത് ചിന്തയാണോ ഇപ്പോൾ എന്നിൽ നിന്ന് കടന്നു പോയത്, എന്നിൽ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക? അപ്പുറത്തെ വീട്ടിൽ അവരെന്തിനാ ഈ ഒരു സമയത്ത് വന്നത്, അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ, അങ്ങനെ അവരെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത എന്ന് പറയുന്നതിനെ നമ്മൾ എന്താക്കി വെക്കാൻ നോക്കുക. നമ്മുടെ ചിന്ത നമ്മളിലേക്ക് വരുന്ന ഇത്തരം ഫ്ലാഷ് തോട്ടുകളിലേക്ക്, മറ്റുള്ളവരെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ സമയം കളയുന്നതിനപ്പുറത്തേക്ക് നമ്മിലേക്ക് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നുകൊണ്ടിരിക്കുന്ന ആ ചിന്തകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ചിന്തയിൽ നമ്മൾ വർക്ക് ചെയ്താൻ തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും റബ്ബ് ഉദ്ദേശിച്ച ഒരു ടൈം ഉണ്ടാവാം. ആ ടൈം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അല്ലാഹു സക്സസ് തരും എന്നുള്ളതാണ്. ഇതുവരെ നമുക്ക് ആ തലത്തിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിലും ഇനിയെങ്കിലും എന്റെ ചിന്ത ഞാൻ മാറ്റും എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ചിന്ത ഈ ഒരു സമയത്ത് നിങ്ങൾ ഓരോരുത്തരും എടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റും
ഇതിനെ കുറിച്ചിട്ട് തന്നെ ഇതിന്റെ ഒരു തുടർ ക്ലാസ് ആയിരിക്കാം നമുക്ക്. ഇതൊരു മഹാസമുദ്രം സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. വൺസ് അഗെയിൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Again, breathe in, breathe out. നിങ്ങളുടെ അകത്തേക്ക് വരുന്ന ഓരോ ചിന്തകളെയും ഒന്ന് അനുഭവിക്കുക. കുറച്ച് സമയം നിങ്ങളിലേക്ക് വരുന്ന ചിന്തകളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ ചിന്തകളാണോ നിങ്ങളിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുന്നുള്ളത്, ആ ചിന്തകളെല്ലാം ഒന്ന് സൈലന്റായി വീക്ഷിക്കാം. ഇപ്പോൾ വന്ന ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് ഉപകാരപ്രദമായ, നിങ്ങളെ വിജയിപ്പിക്കാനുള്ള, നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളെ കാലെടുത്ത് വെക്കാനുള്ള എന്ത് ചിന്തയാണോ വന്നിരിക്കുന്നുള്ളത് അതൊന്ന് അഡ്രസ് ചെയ്യാം. ആ ചിന്തയിലൂടെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് വരാനിരിക്കുന്നുള്ളത് എന്നൊന്ന് വിഷ്വൽ ചെയ്യാം. ആ സമയത്ത് കടന്നു വരുന്ന മറ്റ് പല ചിന്തകളും അതിനെയെല്ലാം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞു വിടാം. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വളരാനിരിക്കുന്ന വളരെ പവിത്രമായ ഒരു ചിന്തയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഈ ചിന്തകളെല്ലാം ഒന്ന് മാറിപ്പോ എന്നുള്ള രീതിയിൽ മെസ്സേജ് കൊടുക്കാം. വരുന്ന ചിന്തകളെ ബ്ലോക്ക് ചെയ്യരുത്. വരുന്ന ചിന്തകളെല്ലാം അംഗീകരിച്ചു കൊണ്ട് പറഞ്ഞേക്കാം. നിങ്ങൾ അഡ്രസ് ചെയ്ത, നിങ്ങൾ ഫിക്സ് ചെയ്ത, നിങ്ങളെ സക്സസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആ ഒരു ചിന്തയിൽ മാത്രം ഫോളോ അപ്പ് കൊടുക്കാം. ആ ചിന്തകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിങ്ങൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം കണ്ണിൽ കാണാം. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഇണകളിൽ നിന്നോ, നിങ്ങളുടെ മക്കളിൽ നിന്നോ, പാരൻസിൽ നിന്നോ എല്ലാം അതിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിയേക്കാം. അതെല്ലാം ഫീൽ ചെയ്യാം, അതെല്ലാം അംഗീകരിക്കുക. ഇറ്റ്സ് ഓക്കെ. എൻ്റെ ഇണകളോ എൻ്റെ മക്കളോ എൻ്റെ പാരൻസോ ആരും എൻ്റെ ഈ ഒരു ചിന്തയ്ക്ക് നെഗറ്റീവായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എന്നിലേക്ക് ഈ ഒരു പോസിറ്റീവ് തോട്ട് തന്നത് എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് ഞാനിതിൽ പ്രവർത്തിച്ചാൽ എനിക്ക് പൂർണ്ണമായും സക്സസിലേക്ക് എൻ്റെ റബ്ബ് എത്തിപ്പിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി അതിൽ എഫേർട്ട് എടുക്കുന്നത്, അതിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പല പ്രതിസന്ധികളും വരുന്ന സമയത്തും അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു പോരാളിയെ പോലെ പോരാടി നിങ്ങളുടെ സക്സസിലേക്ക് എത്തുന്നുള്ളത് നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തിൽ ചെറിയ ചെറിയ വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടി തുടങ്ങി. അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നു. കുഞ്ഞു വിജയങ്ങൾ
ഓരോ വിജയവും വീണ്ടും വീണ്ടും നിങ്ങളെ അതിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ദിനേന വർക്ക് ചെയ്ത് നിങ്ങൾ വിചാരിച്ച ആ ഒരു സക്സസിലേക്ക് എത്തിയിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഗ്രോത്ത്, നിങ്ങൾ ആഗ്രഹിച്ച ഹാപ്പിനെസ്, നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതെല്ലാം നിങ്ങളുടെ ഈ ഒരു ചിന്താതലത്തിലൂടെ മാറി ചിന്തിച്ച് കിട്ടിയതിൽ നിങ്ങൾ ആത്മാർത്ഥമായും റബ്ബിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ശരിക്കും അതിൽ നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങളതിനെ അനുഭവിക്കാം, നിങ്ങളതിനെ ആസ്വദിക്കാം. നിങ്ങളുടെ ചിന്താതലത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ ഈ സക്സസിനെ നിങ്ങൾക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. അതിലേക്ക് നിങ്ങളെ എത്തിപ്പിക്കാൻ കാരണമായത് എന്തൊക്കെയാണോ അതിലെല്ലാത്തിനും നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു. ഈ രീതിയിലേക്ക് നിങ്ങളെ എത്തിപ്പിച്ചതിന് നിങ്ങളുടെ ക്രിയേറ്റർക്ക്, റബ്ബിന് നിങ്ങൾക്ക് ആത്മാർത്ഥമായും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ ഒരു പോസിറ്റീവ് ചിന്തയോടെ കൂടെ, ഈ ഒരു എനർജിയോടെ കൂടെ ഈ ഒരു ദിവസം മുഴുവനും നിലനിൽക്കുന്നത് ഫീൽ ചെയ്യാം. അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. സ്ലോലി സ്ലോലി ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വൺസ് അഗൈൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഈ ഒരു ദിവസം മുഴുവനും ഇതേ പോസിറ്റീവോടെ, ഇതേ ഹാപ്പിനെസ്സോടെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ കൈകളുടെ സ്ക്രബ് ചെയ്ത് മുഖത്തിന് സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. ചെയ്യാൻ വേണ്ടി പറ്റുമോ?